ഈ മുസ്ലിം സമൂഹം പോലെ ലക്ഷ്യബോധം, ഈ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ്, രാഷ്ട്രീയമായ അവബോധം, ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്, ഇതൊന്നും ഒരു തരത്തിലും ഇല്ലാത്ത എന്തോ തലയിലെഴുത്ത് പോലെ നഷ്ടപ്പെട്ടു പോയൊരു സമൂഹമാണ് മുസ്ലിം സമൂഹം. ഈ രാജ്യത്തെ സ്ഥിതി എടുത്ത് നോക്കിയാലും നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതി എടുത്ത് നോക്കിയാലുമൊക്കെ ഒരു സത്യസന്ധമായ കാര്യമാണത്. ഇതിന് നമുക്ക് ശേഷിയില്ലാത്തതിന് നമ്മൾ മറ്റ് സമുദായത്തെയോ RSSനെയോ സംഘപരിവാറിനെയോ ഒന്നും ചീത്ത വിളിച്ചിട്ടൊരു കാര്യമില്ല. കാരണം തീരുമാനങ്ങൾ എടുക്കാനുള്ള വിവേകം, കഴുതയും കാളയുമല്ലാതെ മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഈ സമൂഹത്തിന് ചിലപ്പോഴൊക്കെ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടോ എന്ന് ചിന്തിച്ചു പോകും. ചിലതിലൊക്കെ കുതിര പോലെയാണ്. എന്തിലെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ സമ്പത്ത് കഠിനാധ്വാനം ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ, കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ഒക്കെ കുതിര പോലെയാണ്. എന്നാൽ രാഷ്ട്രീയമായി പലതിലും കഴുത പോലെയാണ് എന്നതാണൊരു സത്യം. ഇപ്പോൾ ഞാൻ പറയാൻ വന്ന വിഷയം പശ്ചിമ ബംഗാളിലെ ഹുമയൂൺ കബീർ MLAയുടെ ബാബരി മസ്ജിദ് ശിലാസ്ഥാപനം കഴിഞ്ഞ ദിവസം നടന്നതിനെക്കുറിച്ചാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിലെ തന്നെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഈ പറയുന്ന വിദ്യാഭ്യാസം, ബാക്കിയുള്ള ചുറ്റുപാട്, പരിസരം, അത്തരം കാര്യങ്ങളൊക്കെ നന്നായി ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ മറ്റേത് സമുദായത്തെക്കാളും സാമാന്യേന ഏറ്റവും ശക്തമായി പോരാടി രക്തസാക്ഷികളെ സൃഷ്ടിച്ച, സംഭാവന ചെയ്തൊരു സമൂഹമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഈ വീരപഴശ്ശി രാജ എന്നും വേലുത്തമ്പി ദളവ എന്നും ഒക്കെ വിളിക്കുന്നവർക്കൊന്നും ഒരു കറതീർന്ന ബ്രിട്ടീഷ് വിരോധമോ അല്ലെങ്കിൽ ജനകീയാഭിലാഷങ്ങളുടെ താല്പര്യമോ ഒന്നും ആയിരുന്നില്ലെന്ന് ചരിത്രം വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും അറിയാം. പഴശ്ശിരാജ ഏതോ ഒരു പ്രദേശത്തിൻ്റെ കപ്പം പിരിക്കുന്ന ആ അധികാരം ബ്രിട്ടീഷ് സർക്കാർ ചിറക്കൽ രാജവംശത്തിനോ എന്നാണെന്ന് എൻ്റെ ഓർമ്മ, എൻ്റെ വായനയുടെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, ആർക്കോ നൽകിയതിൽ പ്രതിഷേധിച്ചാണ് പുള്ളി എന്തായത്, ഈ ബ്രിട്ടീഷ് വിരുദ്ധനായത്. എന്നിട്ട് പുള്ളിയുടെ ഒരു ശാരീരികമായ ഘടനയൊക്കെ വെച്ച് പുള്ളി നേർക്ക് നേരെ ഒരു യുദ്ധത്തിലും ഫൈറ്റ് ചെയ്യാൻ പോകാനൊന്നും പറ്റുന്ന ഒരു ശാരീരിക ഘടനയല്ല. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് മമ്മൂട്ടി അഭിനയിച്ച ആ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ശാരീരിക വടിയൊക്കെ. MDക്ക് അങ്ങനെ ഒരു മാസ്മരികതയുണ്ടല്ലോ, എഴുതി അങ്ങനെ ആക്കാൻ, വടക്കം വീരഗാഥ പോലെ. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് പറയുന്ന ഒരു രേഖയാണ് ഈ സമീപ ഭൂതകാലത്ത് വരെയുള്ളത്. നമ്മളൊക്കെ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ മോതിരം വിഴുങ്ങിയ സംഗതിയൊക്കെ പറയാറുണ്ട്. പിന്നെ വേലുത്തമ്പി ദളവയും അങ്ങനെ തന്നെയാണ്. ദളവ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സബോർഡിനേറ്റാണ് അദ്ദേഹവും ഈ പറഞ്ഞത് പോലെ ഒരു രാജവംശത്തിൻ്റെ, ബ്രിട്ടീഷുകാരുടെയൊക്കെ ഒരു സബോർഡിനേറ്റ് ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിനോടുള്ള അവരുടെ പെരുമാറ്റം, മറ്റു പല കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് അദ്ദേഹമൊക്കെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. അല്ലാതെ രാജ്യസ്നേഹമോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ചോ ഒന്നും അല്ല എന്നുള്ളത് ചരിത്രമാണ്. എന്നാൽ മറുവശത്ത് ഇഷ്ടം പോലെ വേറെ അതിനുവേണ്ടി പോരാടിയവരുണ്ട്. പക്ഷേ അവരെ ഒന്നും പ്രോപ്പറായി ഡോക്യുമെൻ്റ് ചെയ്യാനോ ബുദ്ധിപരമായി രാഷ്ട്രീയമായി ചെയ്യാനോ ഒന്നും ഈ സമൂഹത്തിന് കഴിഞ്ഞിരുന്നില്ല. 2, കഴിഞ്ഞ ദിവസം വഖഫിൻ്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട സംഗതി കണ്ടപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം പ്രമാണങ്ങളും വീടും മക്കൾക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ എത്രയോ താല്പര്യത്തോടെ ചെയ്തപ്പോൾ തങ്ങളുടെ കയ്യിലുള്ള, തങ്ങൾ ഭരിക്കുന്ന തങ്ങളുടെ മസ്ജിദുകളുടെ പ്രമാണങ്ങൾ ശരിയാക്കുക, അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്തെല്ലാം സംഗതികൾ വേണോ അതൊക്കെ ചെയ്യുക. എത്രയോ വർഷങ്ങളായി ഈ പറയുന്ന വഖഫ് ബോർഡിൻ്റെ സൈറ്റിൽ ഈ സംഗതികൾ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പൂടയ്ക്ക് പോലും മൈൻഡ് ചെയ്യാതെ ഇനി വരട്ടെ ചെയ്യിക്കാൻ എന്ന് പറഞ്ഞ് നടന്നവർ ഇപ്പോൾ സമയം വെച്ച് ഓടി നടന്ന് ചെയ്യുന്നില്ലേ? അന്നിത് ചെയ്തിരുന്നെങ്കിലോ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബസ് പോയി കഴിഞ്ഞ് കൈ കാണിച്ചിട്ട് എന്താ കാര്യം? ഇനി കറണ്ട് സബ്ജക്റ്റിലേക്ക് വന്നാലോ, കേരളത്തിലെ രാഷ്ട്രീയ നിലപാടിനെ, മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഇടയിലേക്ക് ഒരു ജമാഅത്ത് ഇസ്ലാമിയെയും മതരാഷ്ട്രവാദത്തെയും തിരികെ കയറ്റി ഭിന്നിപ്പിക്കാൻ നടത്തുന്നത് ഒരു ഭിന്നിപ്പിക്കൽ തന്ത്രമാണെന്ന് പോലും വിചാരിക്കാതെ, അറിയാതെ തലയെക്കെട്ടുകാരുൾപ്പെടെയുള്ളവരല്ലേ അതിനുവേണ്ടി ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്നത്. ഇതൊക്കെ ഈ സമുദായത്തിൻ്റെ തലയിലെഴുത്താണ്. നമുക്ക് പറയാനേ ഒക്കുള്ളൂ. അനുഭവിച്ചറിയുമ്പോൾ ഇതൊന്നും പഠിക്കില്ല, അന്നേരേ ബോധ്യപ്പെടുകയുള്ളൂ. ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ. ഏതായാലും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങ് പശ്ചിമ ബംഗാളിലേക്ക് പോകാനാണ് വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ എങ്ങനെയെങ്കിലും മമതാ ബാനർജിയെ അരിഞ്ഞിടാൻ എല്ലാ ശ്രമവും നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി അവർ വോട്ട് ചേർത്തു എന്ന് പറയുന്ന കുറേ ബംഗാളികളായിട്ടുള്ള മുസ്ലിം വോട്ടുകൾ കളയാൻ വേണ്ടിയാണ് SIR കൊണ്ടുവന്നത്. SIR കൊണ്ടുവന്നത് കേരളം പിടിക്കാനും തമിഴ്നാട് പിടിക്കാനും കയ്യിലുള്ളത് പിടിക്കാനും ബീഹാർ പിടിക്കാനും ഒന്നും മാത്രമല്ല, അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ബംഗാൾ പിടിക്കുക എന്നുള്ളതാണ്. അവിടെ അവരെ വലിയൊരു ഹിന്ദു വിരുദ്ധയാക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവരെന്താണ്, ഒരു പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിന് വേണ്ടി ക്ഷേത്രങ്ങൾക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നു, അതവർ കയ്യിൽ കൊണ്ടുപോയി നടക്കുന്നു.
അവരുടെ ആയുസ്സും ആരോഗ്യവും എത്ര നാളുണ്ടോ, പൊളിറ്റിക്കൽ വിൽനെസ് എത്ര നാളുണ്ടോ, അത് നഷ്ടപ്പെട്ടാൽ അസം പോലെ അതിനേക്കാൾ രൂക്ഷമായ ഒരു പീഡന മേഖലയായി, തകർക്കുന്ന മേഖലയായി ബംഗാൾ മാറുമെന്നുള്ളതാണ് സ്ഥിതി. അവരങ്ങനെ നിൽക്കുമ്പോഴാണ് ഹുമയൂൺ കബീർ എന്ന് പറയുന്ന ഒരു കാള, ഒരു പരകാള ബാബരി മസ്ജിദിന് തറക്കല്ലിടുന്നു. എവിടെ? ഡിസംബർ 6 അവിടെ. ഇനി ബാബരി മസ്ജിദ് ലോകത്ത് എവിടെയെങ്കിലും ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ബാബരി മസ്ജിദ് എന്ന് പറയുമ്പോൾ ഒരു ഭരണകൂടം ആസൂത്രിതമായി തട്ടിയെടുത്ത് തല്ലിപ്പൊളിച്ച് എല്ലാ നിയമവ്യവസ്ഥകളെയും ലംഘിച്ചുകൊണ്ട് തച്ചുടച്ച ജനാധിപത്യ മതേതരത്വത്തിൻ്റെ ഭരണഘടനയുടെ ഒരടയാളമായി മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കുന്ന ബാബരി മസ്ജിദിൻ്റെ ആവശ്യമുള്ളൂ ഇനി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യയിൽ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ കേവലം ഒരു സ്ട്രക്ചറിന് വേണ്ടിയാണെങ്കിൽ അതിൻ്റെ 10 ഇരട്ടിയുള്ള പള്ളികൾ 1000 സ്ഥലത്ത് നിർമ്മിക്കാനുള്ള ശേഷിയും അതിനുവേണ്ടിയുള്ള സഹായവും ചെയ്യുന്ന മനുഷ്യരും ചെയ്യാൻ കഴിയുന്നവരുമുണ്ട്. പക്ഷേ ബാബരി മസ്ജിദ് അങ്ങനെ ആയിരുന്നില്ല. അതൊരു സമൂഹം, ഒരു രാജ്യം, ഒരു ജനതയോട്, ഒരു സമൂഹത്തോട് കാണിച്ച നന്ദികേടിൻ്റെയും വഞ്ചനയുടെയും നീതിരാഹിത്യത്തിൻ്റെയും കയ്യൂക്കിൻ്റെയും അടയാളമാണ് ആ തകർച്ച എന്ന് പറയുന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കണം, ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിനപ്പുറം ഏതാണ്ട് 300 കോടി രൂപ മുടക്കി വലിയൊരു കോംപ്ലക്സ് അവിടെ അങ്ങ് പണിയുമെന്ന് പ്രഖ്യാപിച്ചു. എന്തിനു വേണ്ടിയായിരിക്കും എന്നറിയാമോ? BJP-ക്കാരിൽ നിന്ന് അച്ചാരം വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഗതി ചെയ്യുന്നതിലൂടെ അതായത് തൃണമൂൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി പള്ളി പണിഞ്ഞു കൊടുക്കുന്നതെന്ന് വരുത്താൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. എന്തായാലും അവർ സസ്പെൻഡ് ചെയ്തു ഈ ഹുമയൂൺ കബീറിനെ. സസ്പെൻഡ് ചെയ്തെങ്കിലും ഹൈക്കോടതി അതിൽ ഇടപെടുകയോ തടയുകയോ ഒന്നും ചെയ്തില്ല. നിയമപ്രകാരം ഒരാളത് ചെയ്യുന്നതിന് തടയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സംഗതി ചെയ്യുന്ന മറുവശത്ത് ഗുണം കിട്ടുമെങ്കിൽ ഏത് ഹൈക്കോടതിയാണ് തടയുന്നത്? അപ്പോൾ എന്തായാലും അവരും അനുവദിച്ച് തറക്കല്ലിട്ടു. ഇന്നലത്തെ വാർത്ത കണ്ടപ്പം അത് ഇവിടെ മുർഷിദാബാദ് എന്ന് പറയുന്നൊരു ജില്ലയിലാണ്. ആ പേര് പോലും ഈ പറയുന്ന മമതാ ബാനർജി മാറിയാൽ ഈ മുർഷിദാബാദ് എന്ന പേര് പോലും പിന്നെ കാണത്തില്ല. പിന്നെ വല്ല ഹനുമാൻ ഗഞ്ച എന്നൊക്കെ പറയുന്ന പേരുകളായിരിക്കും അവിടെ വരാൻ പോകുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ആണ് തറക്കല്ലിട്ടത്. അതിടുന്ന ഈ ഹുമയൂൺ കബീർ എന്ന് പറയുന്ന കാളപ്പെയ്ഡായിരിക്കും. ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ഇത്തരം കാളകൾ സുലഭമായുണ്ട്. എന്ന് പറഞ്ഞാൽ എതിർ ആളുകളെ കൊണ്ട് ജീവിക്കാൻ വേണ്ടി വിയർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് അത് പറഞ്ഞ് ഉപജീവനമാർഗ്ഗം നടത്തുക. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അതിനേക്കാൾ കൗതുകരം. 20,000 പേരോ 30,000 പേരോ എങ്ങാണ്ട് പങ്കെടുത്തു. 30,000 ബിരിയാണി വെച്ചു കൊടുത്തു എല്ലാവർക്കും. ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നി? അയ്യേ എന്തൊരു ബംഗാളെന്ന് തോന്നിയോ? ഒരു കാര്യമില്ല. കേരളത്തിൽ നടക്കുന്ന ഇതിൻ്റെ ഒരു വേറൊരു വേർഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ, ദുർബലപ്പെടുത്താൻ ശ്രമം നടത്തുന്ന, അതിനുവേണ്ടി ശബ്ദിക്കുന്നവരുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ആവേശപൂർവ്വം അൽ ഉസ്താദുൽ കുസ്താ, എത്രയോ വലിയ സംഭവം, മാരക സംഭവം, മനോഹര സംഭവം. ഒന്ന് ആലോചിച്ച് നോക്കൂ. സാമാന്യ ബുദ്ധിയിലൊരു കാര്യം ആലോചിച്ച് നോക്കൂ. 10-100 വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ഒരു സാധനം എഴുതി വെച്ചു ഒരാൾ. ആ എഴുതി വെച്ച ആളിനൊരു ക്ലച്ചും ഇല്ല, പിടുത്തവും ഇല്ല. അയാൾ എഴുതി വെച്ചേച്ച് അയാൾ എങ്ങാണ്ടോട്ട് പോയി. ഈ ബാക്കിയുള്ളവരോ ഒന്നുമില്ല, ആ പാടും മിണിയേ ഉള്ളൂ. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞ ദിവസം, മുസ്ലിം വിഭാഗത്തിലെ ഏറ്റവും ദുർബലരാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിന്ന്. പക്ഷേ അതേസമയം രാഷ്ട്രീയ പ്രസ്താവന പറയുമ്പം വടകരയിൽ ജയിപ്പിച്ചതും ജമാഅത്ത് ഇസ്ലാമിയാണ്, നിലമ്പൂരിൽ ജയിപ്പിച്ചതും ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറയാം. അത് CPM-ൻ്റെ രാഷ്ട്രീയ നയം. ആ സംഗതി എവിടെയോ പറഞ്ഞു വെച്ചിട്ട് പോയ ഒരു കാലം. എന്നാൽ മറുവശത്തോ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രം നിലവിൽ വന്നിരിക്കുന്നു, അദൃശ്യമായ ഒരു രാഷ്ട്രം നിലവിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് മുൻ സുപ്രീം കോടതിയുടെ അഭിഭാഷകരൊക്കെയാണ്, മുസ്ലിങ്ങളാരുമല്ല. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയെ തണ്ടുറപ്പോടെ നട്ടലിലൂടെ എതിർക്കാൻ വയ്യാത്തവരാണ്. എന്നോ എഴുതി വെച്ച ഈ അടുത്തൊരു 500 വർഷങ്ങൾക്കകം ഒന്നും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിന് കുട പിടിച്ചു കൊടുക്കുന്ന മൊയ്ലിയാക്കന്മാരെ കിട്ടുന്ന, എല്ലാവരും ഇല്ല കേട്ടോ, കുഴലൂത്തുകാരെ കിട്ടുന്ന, അത് കേട്ട് ആവേശം കൊള്ളുന്ന സമുദായ കമ്മിറ്റിക്കാരുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആണെങ്കിൽ പിന്നെ ബംഗാളിലെ കാര്യം പറയണോ? അപ്പോൾ അതുകൊണ്ട് അനുഭവിക്കാൻ ഒരു ജനതയുടെ തലയിൽ എഴുതിയിരിക്കും. നമ്മൾ സാറിന് പറയുമല്ലോ, എന്താ പറയുന്നത്, ഒരു ജനത രക്ഷപ്പെടാൻ ആഗ്രഹിക്കാതെ പടച്ചോന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറയും. ഇന്നാളെ ആരാണ്ട് എഴുതിയപ്പോൾ അള്ളാഹിക്ക് ഒന്നും നിസ്സാര കാര്യമല്ല. അള്ളാഹിക്ക് നിസ്സാര കാര്യമല്ലായിരിക്കും, പക്ഷേ അത് അള്ളാഹിക്ക് എവൻ്റെയും കൂടെ ഒരു താല്പര്യം അനുസരിച്ച് മതിയല്ലോ എവനെ, അല്ലാതെ അള്ളാഹിക്ക് എന്തിനാ ഇതിനെല്ലാം കൂടെ തിരിച്ചു മറിച്ച്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ. ഹുമയൂൺ കബീർ മുതൽ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമി വരെ.